ഉൾനാടൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ ഉപജീവനമാർഗം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇന്ന് അവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് ഈ ഉൾനാടൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറേയധികം പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞു. അതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഉൾനാടൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തോടുകളുടെ ശോചനീയാവസ്ഥ. തോടുകൾ ഒന്നാമത് ക്ലിയർ ആക്കുന്നില്ല, അധികാരികളുടെ ഭാഗത്തുനിന്ന് ക്ലിയർ ആക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, തണ്ണീർമുക്കം ബണ്ട് സമയാധിഷ്ഠിതമായി തുറക്കുന്നില്ല. രണ്ടാം കൃഷി കഴിഞ്ഞിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറുകൾ ഇതുവരെ തുറക്കാത്തത് അധികാരികളുടെ അലംഭാവം കൊണ്ടാണെന്ന് തന്നെ പറയാം. നൂറുകണക്കിന് ആൾക്കാർ ഉൾനാടൻ ടൂറിസവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ, കൃഷിക്കാർ, ഇവരുടെ എല്ലാം ഈ തോടിനെ ആശ്രയിച്ചാണ് എല്ലാവരുടെയും ഉപജീവനമാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വേസ്റ്റ് വെള്ളം ഒഴുകുന്നത് കുമരകം വരെ ഈ വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാർ അലക്കുകയും കുളിക്കുകയും അതുപോലെ തന്നെ ഒരാഴ്ച വെള്ളം വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ തോട്ടിലെ വെള്ളം മുക്കി കഞ്ഞി വരെ വയ്ക്കുന്ന വീട്ടുകാർ വരെയുണ്ട്. നിലവിൽ സാംക്രമിക രോഗങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ എന്ന് നമുക്ക് നിലവിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇത് പായലും പോളയും ചീഞ്ഞ് എലി ചത്തും അങ്ങനെ പല സാധനങ്ങളും ചീഞ്ഞ് ദുർഗന്ധം വമിപ്പിക്കുന്ന ഒരു വെള്ളമാണ് ഇപ്പോൾ നിലവിലിത്. അതുകൂടാതെ ഈ വെള്ളം ഉപയോഗിച്ച് തുണി അലക്കുകയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ വരെ തുണി അലക്കുകയും കാരണന്മാരെ തുണി അലക്കുക, അവരിത് ഉപയോഗിച്ച് അവരുടെ ശരീരമാസകലം ചൊറിഞ്ഞ് പൊട്ടുകയും ത്വക്ക് രോഗങ്ങളുടെ ഒരു ഭീഷണി തന്നെ ഇപ്പം നിലവിൽ ഈ തോടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ അറിയാൻ സാധിച്ചു. കൂടാതെ നമുക്ക് പരിചയമുള്ള ഒത്തിരി പേര് ത്വക്ക് രോഗങ്ങളുമായിട്ട് മെഡിക്കൽ കോളേജ് വഴി ഇപ്പോഴും കയറി നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിൽ ഉൾനാടൻ ജല ടൂറിസത്തിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് അപ്പർ കുട്ടനാട്. ഇവിടെ ശിങ്കാര ബോട്ടുമായി ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. വായ്പയെടുത്തും കടം വാങ്ങിയുമാണ് അവർ ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ വരുമാനം നിലച്ചിട്ട് മാസങ്ങളായി. KV കനാൽ പോള നിറഞ്ഞതോടെ ബോട്ടുകളുടെ സഞ്ചാരം നിലച്ചിരിക്കുകയാണ്. വൈക്കം മുതൽ കോട്ടയം വരെ നീണ്ടുകിടക്കുന്ന ഒരു പ്രധാന ജലസ്രോതസ്സാണ് KV കനാൽ. കൃഷി, മത്സ്യബന്ധനം, ടൂറിസം എന്നിവയിലൂടെ ആളുകൾ ഇവിടെ ജീവിതമാർഗം കണ്ടെത്തുന്നുണ്ട്. അപ്പർ കുട്ടനാട്ടിൽ കൃഷി കഴിയുന്നതോടെ ചേർത്തല തണ്ണീർമുക്കം ബണ്ട് തുറന്ന് ഓരുവെള്ളം കയറ്റുന്ന പതിവ് കാലങ്ങളായി നടന്നു വന്നിരുന്നു. എന്നാൽ മാത്രമേ പോളപ്പായൽ നശിക്കുകയും മത്സ്യസമ്പത്ത് ഇരട്ടിയാവുകയും ചെയ്യുകയുള്ളൂ. എന്നാൽ മാർച്ച് മാസം 15-ന് തുറക്കേണ്ട ബണ്ട് അധികാരികളുടെ അനാസ്ഥ മൂലം ഇതുവരെ തുറക്കാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത്. ബണ്ട് തുറക്കാത്ത മൂലം KV കനാലിൽ നീരൊഴുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതുമൂലം പോള നിറയുകയും ഇതിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഉൾനാടൻ ടൂറിസം നടത്തുന്നവർക്കാണ് ഇത് തിരിച്ചടിയായിരിക്കുന്നത്. അവരുടെ വരുമാനം നിലച്ചിട്ട് മാസങ്ങളായി. പോളം നിറഞ്ഞതോടെ ബോട്ട് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ചേട്ടാ, ഈ ഉൾനാടൻ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ചേട്ടൻ? ഞാനൊരു 8-10 വർഷമായിട്ടുണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ ആയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞുള്ളൂ. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഇതിന് മാത്രം പോളകൾ വരുന്നത്? ആദ്യമായിട്ടാണ് ഇതിന് മാത്രം പോള വന്നത്. കഴിഞ്ഞ വർഷം ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഒരു രീതിക്കും നമുക്കിത് കൈകാര്യം ചെയ്യാത്ത അവസ്ഥ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞങ്ങൾ നോക്കി, പറ്റുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിലേ ഇത് മുന്നോട്ട് ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നിന്ന് പോകും. അതേ സാഹചര്യമാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്ന ഒരു സാധനം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പട്ടിണിയിലാവും. അത്രേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ നിങ്ങൾ കുറേയൊക്കെ ക്ലീൻ ചെയ്തു എന്ന് കേട്ടോ? അതെങ്ങനെ നിങ്ങൾ സ്വന്തം പൈസ എടുത്താണോ നിങ്ങൾ ക്ലീൻ ചെയ്ത്? നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം 60 ദിവസം എടുത്ത് ഒരു 9.5 കിലോമീറ്റർ നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു. അത് നമുക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ തന്നെ ചെയ്യുമായിരുന്നു. പഞ്ചായത്തിൻ്റെയും ഇറിഗേഷൻ വകുപ്പിലൊക്കെ നമ്മൾ പരാതി കൊടുത്തായിരുന്നു. പക്ഷേ ഒന്നിനും ഇതില്ല. ഈ പ്രാവശ്യം വന്ന ഭരണസമിതി അംഗങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ ബ്ലോക്കായി കിടക്കുന്ന ഭാഗങ്ങൾ കാണിക്കുകയും അവർ ചെറിയ രീതിയിലുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് ചെയ്യും എന്നറിയില്ല. ഇലക്ഷൻ കഴിയട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ചെറിയ കാര്യം ഇതിങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാലും വലിയ ഇതില്ല. എന്നാലും നീരൊഴുക്ക് വർദ്ധിക്കും എന്നുള്ള തടസ്സം ഇതില്ലാത്ത പൊക്കോളും. ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ സമയത്തായതുകൊണ്ട് തന്നെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വരേണ്ട ഒരു സമയമാണ്. പക്ഷേ അത് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അത്ര ആളുകൾ ഇപ്പോൾ വരുന്നുണ്ടോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്?
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആൾക്കാർ പൊതുവെ കുറവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അതുപോലെ മോശമാണ്, ദുർഗന്ധമാണ് വെള്ളത്തിന്. അതാണ് ഒന്നാമത്തെ കാര്യം. സ്വദേശികരെയും വിദേശികളെയും ഒത്തിരി ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവന്ന് സ്വന്തം നാട് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാം, തോടിൻ്റെ അവസ്ഥ കിടക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ വരുന്നവർക്ക് തന്നെ പൊതുവെ മാനസികമായിട്ട് അവർക്ക് തൃപ്തിയാവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട് പറ്റിച്ച് പൈസ മേടിക്കാനും നമുക്കും അതിനോട് താല്പര്യമില്ല. നമുക്ക് ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടണം, അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അപ്പം നിലവിൽ നമ്മൾ ഈ മേഖലയിലെ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇത് പോള തിങ്ങുന്നതിന് മുമ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കല്ലറ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമം. അതായത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും അനവധി ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നതാണ്. നമ്മുടെ കല്ലറയുടെ ശാലീന ഭംഗി, അതായത് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ കണ്ടൽക്കാടുകളും ജൈവ കൃഷികളും പാനെയ്ത്ത് കൊട്ടവഞ്ചി ഇതെല്ലാം നമ്മളെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വന്നതിന് ശേഷം ഈ വർഷം യാതൊരു വിധേനയും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് നമ്മൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒന്നും മേലാത്തൊരവസ്ഥയാണ്. ഉപേക്ഷിക്കാനും പറ്റത്തില്ല, കൊണ്ടു നടക്കാനും പറ്റത്തില്ല. വന്ന ഗസ്റ്റിനെ കൊണ്ടുപോകാനുള്ള സ്ഥലവുമില്ല. വന്ന് കയറിയിരിക്കാം, ഇറങ്ങിപ്പോകാം. എന്നും തൂത്തു തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഇടുന്നുണ്ട്. ഇന്ന് ശരിയാവും നാളെ ശരിയാവുന്ന ഓർത്ത്. രണ്ടാം കൃഷി കഴിഞ്ഞിട്ട് ഇത് ബണ്ട് തുറക്കേണ്ട സമയം അതിക്രമിച്ചു, എന്നിട്ടും ബണ്ട് തുറക്കുന്നില്ല. അപ്പോൾ ഈ തോടുകളുടെ ഇരുകരയിലുള്ളവർ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന കിണറ്റിലും ഇതുപോലെ വെള്ളത്തിൻ്റെ പ്രശ്നം കാണൂലേ? ഇവിടുന്ന് തൊട്ട് കുമരകം വരെയുള്ള ഭാഗത്ത്, കുമരകം എന്ന് പറയാൻ പറ്റത്തില്ല, പരിപ്പ് കുളച്ച ആ ഭാഗത്തോടെ എല്ലാം നമ്മുടെ KV കനാൽ കണക്ഷനായിട്ട് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തോടിലും ഈ വന്ന് കൂടി KV കനാൽ വഴിയാണ് മെയിനായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ KV കനാൽ വൃത്തിഹീനമായി കിടക്കുന്നതുകൊണ്ട് എല്ലാ തോട്ടിലെയും വെള്ളം ഈ ഊറി അടുത്തുള്ള കിണറുകളിൽ ചെന്നിട്ട് രോഗാണുക്കൾ പെരുകിയ വെള്ളം കുടിക്കാൻ പോലും ആൾക്കാർക്ക് ആ വെള്ളം പറ്റത്തില്ലാത്ത ഒരു സ്റ്റേജിലാണ്. ഇനിയിപ്പോൾ ഉപ്പുവെള്ളം കയറി വന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമാണ് ആൾക്കാർക്ക് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഒരു അണുബോംബ് ഇടുന്നേക്കാളും ശക്തമായ രീതിയിലുള്ള രോഗാണുക്കളാണ് ഇപ്പോൾ നിലവിൽ ഈ KV കനാലിനകത്ത് ഉള്ളത്. ആയിരക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ത്വക്ക് രോഗങ്ങളും അതുപോലെ തന്നെ പിള്ളേർക്ക് കുഞ്ഞു കുട്ടികൾ വരെ ഈ വെള്ളത്തിലാണ് മണിയാവറമ്പ് ഒളശ പരിപ്പ് ഭാഗത്തുള്ളവർ ഈ വെള്ളം ഉപയോഗിച്ച് ദൈനംദിന കാര്യങ്ങൾ നടത്തി പോകുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ ബണ്ട് സംയോജിതമായി തുറക്കുക എന്നുള്ളതാണ്. പോള കിടക്കുന്നത് മൂലം KV കനാലിലെ വെള്ളം മലിനമാകാൻ തുടങ്ങി. മീനുകൾ കൂട്ടത്തോടെ നശിക്കുകയും ഈ വെള്ളം സമീപത്തുള്ള കിണറുകളിലേക്ക് എത്തുകയും വഴി പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ ഈ കാണുന്ന പാലും പോളയും പിടിച്ചു കിടക്കുന്ന തോട് KV കനാൽ എന്ന് പറഞ്ഞ ഒരു തോടാണ്. വൈക്കം താലൂക്കിലുള്ള KV കനാൽ. അത് കൊല്ലങ്ങൾക്ക് മുമ്പ് പായ്വള്ളങ്ങളും നല്ല സഞ്ചാരയോഗ്യമായ ഒരു തോടായിരുന്നു. ഇപ്പം ഇത് പാല് കൊണ്ട് മാസങ്ങളായി പാലിങ്ങനെ തിങ്ങിക്കിടക്കുന്ന കാരണം കർഷകരുള്ളവർക്കൊക്കെ നെല്ലും വിത്തും വളവും ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു കൊച്ചുവെള്ളം കൊണ്ടുപോകുന്നപ്പോൾ 8-10 പേര് കൂടിയാണ് ആ വെള്ളം വലിച്ചുകൊണ്ട് പോയി സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതിനെന്തായാലും ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിന് പിന്നെ എന്ത് ചെയ്താലും ഇത് കുറച്ച് അങ്ങോട്ട് മാറും, പിന്നെ തിരിച്ച് ആ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്ന് കിടക്കുകയാണ്. അതിന് സർക്കാർ തലത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ച് ഇതൊന്നും നശിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കാർഷിക മേഖല തന്നെ ബുദ്ധിമുട്ടിലോട്ടാണ് വരുന്നത്. നല്ലോണം തെളിഞ്ഞിങ്ങനെ തോടായിരുന്നു. പല സ്ഥലത്തു നിന്നായിട്ട് ഒഴുകി വന്ന് അനങ്ങാതെ കിടക്കുകയാണ് ഈ തോട്. ഇവിടെ പല കാര്യങ്ങൾക്കും ഇത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സാഹചര്യം. ഒരു വെള്ളം കയറി ബണ്ട് തുറന്നു വിട്ട് ഒരു വെള്ളം വരുമ്പോഴത്തേന് ഇതിന് മാറ്റം വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപ്പുവെള്ളമല്ല വരുന്നത്, അതുകൊണ്ട് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാർഗ്ഗമുള്ളൂ, വാരിക്കറ്റൊന്നും നടക്കുകയല്ലോ. അതിന് മാത്രമുണ്ട് എത്ര കിലോമീറ്റർ കണക്കല്ല പായൽ കിടക്കുന്നത്. ഇവിടെ തെക്കോട്ട് മണിയാറമ്പ് വരെ പായലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം അതിൽ നിന്ന് നടക്കുകയല്ല. അപ്പോൾ അതാണ് സാഹചര്യം. അതിന് സർക്കാർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാക്കി എത്രയും ബണ്ടിൻ്റെ ഷട്ടറുകൾ പൊക്കി വിടുക എന്നുള്ളതേ ഉള്ളൂ. വെള്ളവും ഇല്ല, തോട്ടിൽ പറ്റിയിട്ടല്ല ഇത് അനങ്ങാതെ കിടക്കുന്നത്. അതാണ് സാഹചര്യം. ചേട്ടാ, പശുവിന് പുല്ല് വെട്ടാൻ പോയതാണോ? എങ്ങനെയാണ് ഇപ്പോൾ തുഴഞ്ഞൊക്കെ വരാൻ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിലെ കൂടെ അങ്ങോട്ട് ഈ വള്ളത്തെ പോകാൻ മേലാത്തതുകൊണ്ട് ഇങ്ങോട്ട് അടുക്കി ഇവിടുന്ന് ബൈക്കേ കയറി പോകാൻ വേണ്ടി ആണോ? അപ്പോൾ നേരത്തെ ഇങ്ങനെ ചുറ്റിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വള്ളത്തിൽ? അതെ അതെ. ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല. ഒട്ടും പറ്റില്ല. ഈ പോള വന്നതാണ് ഏറ്റവും പ്രശ്നം. പോള വന്നതുകൊണ്ടാണ്, അല്ല വേറെ കുഴപ്പമില്ല. ഈ പോള കാരണം. അപ്പോൾ ഇത് എത്രയും പെട്ടെന്നൊന്ന് മാറ്റണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നേരത്തെ തെളിഞ്ഞു കിടന്ന തോട് തന്നെയല്ലേ? നേരത്തെ തെളിഞ്ഞു കിടന്നത്. പിന്നെ അവിടെ കുറേ കടകൾ കൂടി കിടപ്പുണ്ട്. അതുകൊണ്ട് ആ പായൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഇങ്ങനെ നിൽക്കുവാണ്.
ആ പായലും കൂടെ അതും കൂടെ മാറിയാലേ ഇത് മാറുള്ളൂ. ഓക്കെ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ടൂറിസം മേഖലയ്ക്ക് ആളുകൾ വരാത്തത് മൂലം ഇവിടെ കച്ചവടക്കാരെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ചായക്കട നടത്തുന്ന ഒരു ചേട്ടനാണ്. പക്ഷേ ഈ തോടിൻ്റെ ശോചനീയാവസ്ഥ മൂലം ഇവിടെ കച്ചവടം വരെ വഴിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ 100 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ കട തുടങ്ങിയിട്ട്. എൻ്റെ അച്ഛൻ തുടങ്ങിയതാണ്. KV കനാലിൻ്റെ ഒരു സൈഡിലുള്ള കടയാണിത്. കൂടുതരുത്ത് വിളക്കുമരം പണ്ടിവിടെ വിളക്കുമരം സ്ഥാപിച്ചിരുന്നതാണ്. അന്ന് ബോട്ട് സർവീസ് ഉണ്ട്, കോട്ടയം, വൈക്കം. അങ്ങനെയാണ് KV കനാലിൽ നിന്ന് പേര് തന്നെ വന്നത്. അപ്പോൾ അന്നൊക്കെ ഇഷ്ടം പോലെ വള്ളം വന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ പായലൊക്കെ കാരണം വെള്ളമൊന്നും വരുന്നില്ല. അത് നമുക്ക് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ പാടത്തേക്കാണെങ്കിലും വളം കൊണ്ടുപോകാനോ വിത്ത് കൊണ്ടുപോകാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഈ ഓരിവെള്ളം കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഓരിവെള്ളം കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് ഒന്ന് ഒതുങ്ങുമായിരുന്നു. തീർത്തും മാറത്തില്ല. എന്നാലും പുതിയ ഇടവപാതി മഴയൊക്കെ വരുന്ന സന്ദർഭത്തിൽ പിന്നെ മൺകിളുത്ത് കയറി വരും, തോട് നിറയും. കണ്ടത്തിൽ വെള്ളം വരുത്തി കഴിഞ്ഞാൽ ഒരു കണ്ടത്തിൽ ഒരു മഴയുടെ വാതിക്കൽ ശകലം പുലി കിടപ്പുണ്ടെങ്കിൽ പോലും ഇത് മഴ പെയ്ത് വെള്ളം കയറ്റി ഇറക്കി കഴിയുമ്പോൾ കണ്ടത്തിൽ നിറച്ച് പാലാവും. ആ സ്ഥിതിയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. പരിഹാരം ഏറ്റവും പെട്ടെന്ന് തന്നെ കാണണം. കാരണം ഞങ്ങൾക്കൊക്കെ ഈ വിത്തും വളമൊക്കെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട്. 3-4 തേങ്ങ കൊണ്ട് അതൊന്നും കൊണ്ടുവരാൻ പാട്. എല്ലാം അതുപോലെ വളരെ കഷ്ടപ്പാട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക്. ഇരു കരകളിലും താമസിക്കുന്നവർ അലക്കുവാനും കുളിക്കുവാനും ഉപയോഗിച്ചിരുന്ന വെള്ളം ഇപ്പോൾ പല സാംക്രമിക രോഗങ്ങളുടെയും ഉറവിടമായി മാറിയിരിക്കുകയാണ്. ഇനിയും അധികാരികൾ ഇത് കണ്ടില്ലെന്ന് നടിച്ചാൽ നിരവധി പേരുടെ ഉപജീവനമാർഗം ഇല്ലാതാവുകയും അവരെ പട്ടിണിയിലേക്ക് തള്ളിവിടുവാനും ഇത് കാരണമായി മാറും. എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. KV കനാൽ പോളം നിറഞ്ഞ് നീരൊഴുക്ക് നഷ്ടപ്പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ ആളുകളുടെ ആവശ്യം. പോളം നിറഞ്ഞത് മൂലം ഉൾനാടൻ ജലഗതാഗതം ഉൾപ്പെടെ ഉൾനാടൻ ടൂറിസം ഉൾപ്പെടെ നിരവധി പേരാണ് ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. ശാശ്വതമായ പരിഹാരമാണ് ഇതിനായി കാണേണ്ടത്. എത്രയും പെട്ടെന്ന് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെയും ഉൾനാടൻ മത്സ്യബന്ധനം ഉൾപ്പെടെ ഉൾനാടൻ കൃഷി ഉൾപ്പെടെ ഉൾനാടൻ ടൂറിസം ഉൾപ്പെടെ നടത്തുന്നവരുടെ ആവശ്യം.